വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗീ റൈസ് ആണ്, അല്ലെങ്കിൽ നെയ്ച്ചോറ്. ഇതിന് മുന്നിലത്തെ റെസിപ്പി എന്ന് പറയുന്നത് മട്ടൻ കറി അല്ലായിരുന്നോ? കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ വേണ്ടേ, അതാണ് ഈ ഗീ റൈസ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ബോറൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒരു കറിയും ഈ റൈസ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഗ്രാൻഡായിട്ടൊരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രഡീഷണലി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ജീരകശാല അരി അല്ലെങ്കിൽ കൈമ റൈസ് വെച്ചിട്ടാണ്. എനിക്കിത് ഇവിടെ അത്ര അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇതൊരു 250 ml ഗ്ലാസ് ആണ്. അപ്പോൾ അതിൽ റൈസ് മെഷർ ചെയ്തെടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് കുതിർത്ത് വയ്ക്കുന്നത്. അതിനുശേഷം കഴുകാൻ പാടില്ല. അങ്ങനെ കഴുകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്മതി റൈസിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് പോവും. അതുകൊണ്ട് ആദ്യം കഴുകുക, പിന്നെ വന്നിട്ട് കുതിർത്ത് വയ്ക്കുക. റൈസ് ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്കത് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കുക. അതേപോലെ തന്നെ സവാള നീളത്തിൽ അരിഞ്ഞെടുക്കണം, അതും നമുക്ക് വറുത്തെടുക്കണം. ഒരു കപ്പോളം മതിയാവും. കശുവണ്ടിയും മുന്തിരിപ്പരിപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്രയും ചേർക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ കൈപ്പിടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വറുത്ത് കോരുക. ഒരുപാട് അങ്ങ് ബ്രൗൺ ആകണ്ട, ഒരു ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് വറുത്ത് കോരുക. മുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊങ്ങി വരണം. അതൊന്ന് എളുപ്പം തന്നെ അതൊന്ന് വീർത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതും വറുത്ത് കോരുക. അതിന് ശേഷം നമുക്ക് സവാള വറുത്തെടുക്കാം. ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് സവാള വറുത്തെടുക്കുന്നത്. ഏകദേശം 1 കപ്പോളം സവാള ഉണ്ടായിരുന്നു. അപ്പം അതൊരു നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് കോരുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഗീ റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ വെക്കാം. എന്നിട്ട് ആ പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു വഴുനയില, ഒരു സ്റ്റാർ അനീസ്, 2 കഷ്ണം പട്ട, ഒരു കറുത്ത ഏലക്ക, അതേപോലെ ഒരു 4 പച്ച ഏലക്ക, പിന്നെ ഒരു 5 കഷ്ണം ഗ്രാമ്പൂ. ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറുത്ത ഏലക്ക കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ച ഏലക്കയും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ കറുത്ത ഏലക്കയ്ക്ക് വന്നിട്ട് ഏലക്ക ഫ്ലേവർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊരു റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ചേർത്തു, വീഡിയോ കിട്ടിയില്ല, അതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ റൈസ് ഒന്ന് ചൂടാവണം, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇതിലേക്ക് ഞാൻ ഒരു 3.5 കപ്പ് വെള്ളം, നല്ല ചൂടുവെള്ളമാണ്, തിളപ്പിച്ചതാണ്, അത് വന്നിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ. അപ്പം ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പം നമുക്കിനി മൂടി വെച്ച് അടച്ച് ഇനി റൈസിനെ വേവിച്ചെടുക്കാം. അതിന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതിപ്പോൾ ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തവ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ആ കല്ല് നല്ലതുപോലെ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കി ആ പാത്രം അതേപടി അതിൽ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് കാഷ്യൂം റേസിൻസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് ദോശത്തവ ഇതുപോലെ കട്ടിയുള്ളതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നല്ല അടപ്പെടുക്കുക, നല്ല പരന്ന അടപ്പെടുക്കുക. ഈ പാത്രം അതിൻ്റെ മുകളിൽ വെക്കാൻ പാകത്തിന്. എന്നിട്ട് ആ അടപ്പൊന്ന് ചൂടാവുമ്പോൾ എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ പാത്രം വയ്ക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇതിന് നല്ലൊരു ഒരു അടപ്പ് അടച്ചു വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം.
അതപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് തരും അങ്ങനെ ദം ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക്. നെയ്യിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തൂകി കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കാം, ഇതിൻ്റെ മണ്ടയ്ക്ക് തൂകി കൊടുക്കാം നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് അതോടെ ദമ്മായി കിട്ടണം. ഞാനിപ്പോൾ ഈ പാത്രത്തിന് ഇവിടെ ഒരു ചെറിയ അടപ്പിനൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ അതിൽ വെക്കുകയാണ്. നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് അതൊന്ന് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് ദമ്മായി കിട്ടും. ആവി പുറത്തേക്ക് പോകാതെ തന്നെ ദമ്മായി കിട്ടും. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കട്ടെ. എന്താ മണം വരുന്നതെന്നറിയോ? ആ നെയ്യുടെയും ഗരം മസാലയുടെയൊക്കെ ആ ദം ചെയ്യുമ്പോൾ ഉള്ള മണം, അതൊരു ഭയങ്കര മണമാണ്. ഈ റൈസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കൂട്ടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ മോൻ ആ കാറ്റഗറിയിലാണ്. അതേപോലെ തന്നെ നോക്കിയത് റൈസ് ഞാനൊന്ന് ഇളക്കി കാണിക്കുകയാണേ, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണെന്നറിയാം, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക വീഡിയോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.